കോഴിക്കോട് കൊടുവള്ളിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. പട്ടണിക്കര സ്വദേശി ബിൻസി, മകൾ സോണിമ എന്നിവർക്കാണ് പരിക്കേറ്റത്. സമീർ സി മുഹമ്മദ് ചെയ്യുന്നു. സമീർ, ഈ മേഖലയിൽ ഈ കാട്ടുപന്നി ആക്രമണം ഉള്ള സ്ഥലമാണോ? അമ്മയ്ക്കും മകൾക്കും ആരോഗ്യം എങ്ങനെയാണ് സമീർ? ഹാഷ്മി, ഈ മേഖലയിൽ കാട്ടുപന്നി ശല്യം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്രയധികം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ സാധാരണ ഉണ്ടാകുന്നത് കാർഷിക മേഖലയിലാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ അത് ജനങ്ങൾക്ക് കൂടി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് ഖേദകരമായ ഒരു കാര്യം. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ അപകടത്തിൽ 2 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. കാട്ടുപന്നി ആക്രമണത്തിൽ ബിൻസി, അവരുടെ മകളായിട്ടുള്ള സോണിമ എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. സോണിമയുടെ ട്യൂഷൻ കഴിഞ്ഞ് അമ്മയ്ക്കൊപ്പം മടങ്ങുകയായിരുന്നു ഇരുവരും. ആ വേളയിലാണ് ഈ സ്കൂട്ടറിന് നേരെ കാട്ടുപന്നി പാഞ്ഞെടുത്തത്. തുടർന്ന് നിയന്ത്രണം നഷ്ടമാവുകയും സ്കൂട്ടറിൽ നിന്ന് മറിഞ്ഞു വീണുകൊണ്ടാണ് ബിൻസിക്കും സോണിമയ്ക്കും ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. 2 പേരും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. സംഭവത്തിൽ കൊടുവള്ളി മുനിസിപ്പാലിറ്റി ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ നഷ്ടപരിഹാരം ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വനം വകുപ്പിന് കത്ത് നൽകും എന്ന കാര്യം കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. ഹാഷ്മി, ഓക്കെ. സമീർ സി മുഹമ്മദാണ് കാട്ടുപന്നി ആക്രമണത്തിൻ്റെ വിവരങ്ങൾ നൽകിയത്. വലിയ എന്താണ് ആ മേഖലയിൽ കാട്ടുപന്നി ശല്യം? ആ മേഖലയിലുമല്ല, ഏത് മേഖലയാണ് ഇപ്പോൾ ഇല്ലാത്തതല്ലേ?